ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് കട്ടീസ് ഗ്യാങ് എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമയുടെ അറിയോട് പറയുന്ന സച്ചിൻ ചെറുകുയിൽ, അൽതാഫ് സലീം, സ്വാതിദാസ് പ്രഭു, അങ്ങനത്തെ ഒട്ടുമിക്ക താരങ്ങൾ. പിന്നെ നായകൻ്റെ പേരൊന്നും എവിടെ നോക്കി നമുക്കൊരു ഡീറ്റെയിലായിട്ട് നമുക്കിടെ കിട്ടിയിട്ടില്ല. ഈ ഒരു സിനിമ പറഞ്ഞ ഒരു കൂട്ടം ഫ്രണ്ട്ഷിപ്പിനെയൊക്കെയാണ് അഭിമുഖീകരിച്ചാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട്. പക്ഷേ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു തീമുണ്ട്. മേക്കിങ്, ക്യാമറ വർക്ക്, ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ ഷൂട്ടിങ് ചെയ്യുന്ന രീതിയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ തുടക്കമേ കുറേ ഫ്രണ്ട്ഷിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളെ കാണിച്ചു പോയിട്ട് പിന്നെയാണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ആ ഒരു തീമിലേക്ക് സിനിമ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ആ പറഞ്ഞ തീം സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു തീമിലും കുറച്ചും കൂടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ എടുത്തതെങ്കിൽ ആ കഥയും തീമും ആ ഒരു ഇതിലെ പ്രധാനപ്പെട്ട ഒരു മർമ്മമായിരുന്നെങ്കിൽ സിനിമ ഏറ്റവും മികച്ച സിനിമയായി പോയത്. പക്ഷേ കുറച്ചൊക്കെ ആ രംഗം കാണിച്ച് പിന്നെ കുറച്ച് രംഗങ്ങൾ വേറെ എന്തൊക്കെയോ കാണിച്ച് ഒരു കണ്ടിന്യൂഷൻ, ആ ഒരു അവിയൽ പരുവങ്ങളൊക്കെ അവിടെയും ഇവിടെ കിടക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയത്. പക്ഷേ ആ ഒരു പറയാൻ വേണ്ടി ആഗ്രഹിച്ച ആ ഒരു പ്രധാനപ്പെട്ട തീമായിരുന്നു ഈ സിനിമയുടെ ഒരു മെയിൻ ഒരു പ്ലോട്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു സിനിമയായിട്ട് മാറിപ്പോയേനെ. പിന്നെ ഹീറോ ആയിട്ട് വന്ന ആ ഒരു പയ്യൻ ആരായിരുന്നാലും അത്യാവശ്യം നല്ല ഫൈറ്റ്, ഒരു വിധം പെർഫോമൻസ് ലെവലൊക്കെ സൂപ്പറാണ്. പിന്നെ നമ്മളെ സച്ചിൻ ചെറുകുയിൽ ആ ഒരു ആളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ആ ഒരു നായകൻ നല്ല ഒരു മുതൽക്കൂട്ടായിരുന്നു. അവരുടെ ഒരു കോംബോ സീൻസ് കാണാനൊക്കെ ഓക്കെ ആയിരുന്നു. നായകയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല, പക്ഷേ ഫ്രണ്ട്ഷിപ്പിനും ഫാമിലിക്കൊക്കെ ഉള്ള ഒരു ഇൻവോൾവ്മെൻറ്റോട് കൂടിയാണ് ഈ പടം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ആ ഒരു കഥ ഒന്നുകൂടെ ഡെവലപ്പാക്കി നന്നായിരുന്നതിനെ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ് ഈ ഒരു കട്ടീസ് ഗ്യാങ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അത്യാവശ്യം നമുക്കൊരു നേരം പോകിനൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റിയ സിനിമയാണ്. ഒരു ഭയങ്കര പടം അല്ലെങ്കിൽ പോലും ജസ്റ്റ് ടൈം പാസിന് കാണാൻ വേണ്ടി പറ്റിയൊരു മികച്ച പടമാണ് ഈ കട്ടീസ് ഗ്യാങ്. ആ ഒരു പ്രധാനപ്പെട്ട തീമിൽ കൂടി ഈ സിനിമ മുന്നോട്ട് പറഞ്ഞു പോകണമെങ്കിൽ ഏറ്റവും മികച്ച പടമായി പോയതിനെ ഇത്രയോട് പറയുന്നത്.